എൻ്റെ മോനിക്കൊന്നും പറ്റിയില്ല. എൻ്റെ മോനിക്ക് മണി 5 നേരം എല്ലാവരും കോട് വാങ്ങിച്ചിട്ട് ഉമ്മ പറയുന്നുണ്ട് എൻ്റെ മോനിക്കൊന്നും പറ്റിയില്ല. പൊന്നെ പോലെ നോക്കിയ മോനായി കിടത്തിനയക്കുന്നത്. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ഇവിടെ എണീക്കുക, എല്ലാവരും ഒന്ന് സഹായിച്ചിട്ട് എൻ്റെ മോനെ എണീപ്പിക്കണേ അല്ല. എൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന മോനായി കിടപ്പിലായിക്കുന്നത്. എൻ്റെ ഒരു അത്താണിയായത് കുടുംബം നോക്കുന്ന മോനായത്. ഞാനൊരു രോഗിയാണ്, എൻ്റെ മാപ്പിള രോഗിയാണ്. എന്നുള്ളതായി പൈതലിനെ ഇത് പറ്റിക്കുന്നത്. റബ്ബേ, എൻ്റെ മോനിക്കും വേണ്ടി എല്ലാരെ കൊണ്ട് കഴിയുന്നതും എല്ലാവരും ചെയ്ത് എൻ്റെ മോനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി തരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. കണ്ടു നിൽക്കാൻ കഴിയില്ല ആ ഉമ്മയുടെ കണ്ണുനീരും ആ കുഞ്ഞു മക്കളുടെ മുഖവും. വടകരയിലുള്ള സജീർ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ 18 ദിവസമായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിലെ ICUവിലും വെന്റിലേറ്ററിലും കഴിയുക. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഇനി അങ്ങോട്ട് ചികിത്സിക്കാൻ വഴിയില്ലാതെ, ബില്ലടയ്ക്കാൻ വഴിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് ഈ കുഞ്ഞു മക്കളുമായിട്ട് ആ ഉമ്മ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് കൈനീട്ടുന്നേ. ആ കുടുംബം നോക്കുന്ന മോനാണ്, ആ ഉമ്മയെ നോക്കുന്ന, ആ മക്കളെ പൊന്നുപോലെ നോക്കുന്ന ഈ മകന് ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുമ്പോൾ ആ മകനെ ചികിത്സ കഴിച്ച് പഴയതുപോലെ തിരിച്ചു കൊടുക്കാൻ ഞാനും നിങ്ങളൊക്കെ ബാധ്യസ്ഥരാ. 20 ലക്ഷം രൂപയാണ് സജീറിന്റെ ചികിത്സയ്ക്കും തുടർ ചികിത്സയ്ക്കുമായിട്ട് കണ്ടെത്തേണ്ടത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആ പ്രിയപ്പെട്ടവന്റെ ചികിത്സയ്ക്ക് വേണ്ട ഫണ്ട് കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. നമസ്കാരം സഹോദരങ്ങളെ. എൻ്റെ നാട്ടിലെ സജീർ എന്നൊരു ചെറുപ്പക്കാരൻ ആക്സിഡൻ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണുള്ളത്. വളരെ കഷ്ടപ്പാടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു കുടുംബത്തിന് ഒരു രക്ഷയുമില്ല. ചികിത്സയ്ക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യമുള്ള സമയത്ത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആ ഒരു കുടുംബത്തിന് വേറെ ആരുമില്ല. എൻ്റെ ഒരു സഹോദര തുല്യനായിട്ടുള്ള ആ ഒരു മോന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. സഹോദരങ്ങളെ, സജീർ ചികിത്സാ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായ KK മഹമ്മൂദ് ആണ് ഞാൻ. സജീർ വളരെ സീരിയസ് ആയിട്ട് കോഴിക്കോട്ടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരുന്നു. ചികിത്സ പൂർത്തീകരിക്കണമെങ്കിൽ 20 ലക്ഷത്തിലധികം രൂപ ആവശ്യമാണ്. വളരെ നിർധനരായ കുടുംബമാണ്. 2 പിഞ്ചു മക്കൾ അദ്ദേഹത്തിനുണ്ട്. ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി സഹകരിക്കണമെന്നും ഈ സംഖ്യ കണ്ടെത്തിക്കൊണ്ട് സജീറിനെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. വടകര മുനിസിപ്പാലിറ്റി 40ാം വാർഡിലെ കൗൺസിലറാണ്. എൻ്റെ പേര് ഷാഹിമ. സജീറും കുടുംബവും താമസിക്കുന്നത് എൻ്റെ വാർഡിലാണ്. 2 ആഴ്ച മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ ചികിത്സയിലാണ് സജീർ. ഏകദേശം 20 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി വേണ്ടിവരും. ചെറിയ 2 കുഞ്ഞു മക്കളാണുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട സജീർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുക. വടകരയിലുള്ള ആവിക്കൽ പ്രദേശത്തുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹികളും ഈ കാണുന്ന ജനങ്ങളൊക്കെ ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുക. 18 ദിവസമായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ വെന്റിലേറ്ററിലും ICUലൊക്കെ ആയിട്ട് ആ ഒരു ചെറുപ്പക്കാരൻ കഴിയുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വഴിയില്ലാതെ, ബില്ലടയ്ക്കാൻ വഴിയില്ലാതെ, തുടർ ചികിത്സയ്ക്ക് വഴിയില്ലാതെ ഏകദേശം 20 ലക്ഷം രൂപയോളം ഇനിയും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കണം. ആ കുഞ്ഞു മക്കളെ ഓർത്തിട്ട്, ആ 2 കുഞ്ഞു മക്കളും ഭാര്യയും ഉമ്മയും അടങ്ങുന്ന കുടുംബത്തിന് ഈ സജീർ മാത്രമാണ്, ഈ മകൻ മാത്രമാണ് ഏക പ്രതീക്ഷ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ചെറുപ്പക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് 20 ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സജീർ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള ഗൂഗിൾ പേ ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.